പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്ദിരായ വൈദിക സഹോദരന്മാരെ, ഇത് നോമ്പിലെ 6-ാമത്തെ ഞായറാഴ്ചയാണ്. കർത്താവ് പിറവി കുരുടനെ സൗഖ്യമാക്കുന്ന സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുക. ഈ ഞായറാഴ്ചയ്ക്ക് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം 41 വാക്യങ്ങളുണ്ട്. അത് ചുരുക്കി 12 വാക്യങ്ങൾ മാത്രമേ ഇവിടെ വായിക്കുന്നുള്ളൂ. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ സാധിക്കാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്നവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്നവൻ മറുപടി പറഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 22-ാം എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രകാശം, അതിന് എതിര് അന്ധകാരം. ഈ പ്രകാശം അന്ധകാരം എന്ന പ്രമേയം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യാവസാനം കാണുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് യോഹന്നാൻ്റെ 1-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ, പ്രോലോഗിൽ തന്നെ ഈ പ്രമേയം എടുത്ത് അവതരിപ്പിക്കുകയാണ്. പ്രകാശം, അന്ധകാരം. അതേ അധ്യായം 9-ാം വാക്യം, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു, സ്നാപകയോഹന്നാനാണ് മിശിഹ എന്ന് തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഇവിടെ അത് തിരുത്തൽ വന്നു. അവൻ പ്രകാശമായിരുന്നില്ല, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരാനിരുന്നതേ ഉള്ളൂ. അത് യേശുവിനെക്കുറിച്ച് പറഞ്ഞതാണ്. യോഹന്നാൻ്റെ 3:19 അവിടെ വീണ്ടും പ്രകാശവും അന്ധകാരവും എന്നുള്ള പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അന്ധകാരത്തെ സ്നേഹിച്ചു. മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു പ്രകാശത്തേക്കാൾ എന്നതുകൊണ്ടാണ് അവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ 8:12 വീണ്ടും,
ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു യോഹന്നാൻ്റെ 8:12 ഈ വാക്യം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ള അവകാശവാദം പറയുന്നത് കൂടാര തിരുനാൾ ദിവസമാണ്. ഒരു ദിവസമല്ല, 8 ദിവസമായിരുന്നു പെരുന്നാൾ. ആ 8 ദിവസവും ജെറുസലേമിലെ എല്ലാ ഭവനങ്ങളുടെയും ടെറസിൽ, ബാൽക്കണിയിൽ ദീപങ്ങൾ, പന്തങ്ങൾ തെളിച്ചിരുന്നു രാത്രിയിൽ. അത് പ്രകാശത്തിൻ്റെ ഒരു പെരുന്നാളായിരുന്നു. ഈ പ്രകാശത്തിൻ്റെ പെരുന്നാൾ ദിവസങ്ങളിലാണ് യേശു ഈ വലിയ അവകാശവാദം ഉന്നയിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും എന്നുള്ള പ്രസ്താവന. രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് സഹനത്തിൻ്റെ ദൈവശാസ്ത്രമാണ്. ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ കുറ്റം കൊണ്ടാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? എന്താണ് ശിഷ്യന്മാരെ അങ്ങനൊരു ചോദ്യം ചോദിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്? ശിഷ്യന്മാർക്ക് തെറ്റിയോ? ഒരിക്കലുമില്ല. കാരണം ഒരു കാലത്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ യഹൂദ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിന് ന്യായമായിട്ട് ബൈബിൾ വാക്യങ്ങൾ അവർക്ക് ഉച്ചരിക്കാനും പറ്റി. ഉദാഹരണമായിട്ട് വെറുതെ ഓർത്തിരിക്കുക, ആദാമിൻ്റെയും ഹവ്വായുടെയും പാപത്തിന് ശേഷമാണല്ലോ മനുഷ്യകുലത്തിൽ സഹനവും മരണവും ഉണ്ടായത്. അവിടെ ഒരു ഇമ്മീഡിയറ്റ് റിലേഷൻ നമ്മൾ കാണുകയാണ്. അതുപോലെ 10 കൽപ്പനകൾ ദൈവം നൽകുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ ഹെസക്കിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. എന്താണ്? പിതാക്കന്മാർ പച്ച മുന്തിരിങ്ങ കഴിച്ചു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന ഒരു വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് തിരുത്തേണ്ട കാലമായി. ഓരോരുത്തരും അവരവരുടെ കുറ്റങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ശിക്ഷിക്കപ്പെടുക എന്ന് ഒരു തിരുത്തൽ ഹെസക്കിയേലിൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം മുഴുവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അത് ലംഘിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷകളുമാണ്. ഈ ശിക്ഷകൾ നിരവധിയായ രൂപങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുക. ശിക്ഷ, ശാപം എന്നിവ പട്ടണം, കൃഷിസ്ഥലം, അറപ്പുര, തൊഴുത്തിൽ, കുടുംബത്ത്, കൊട്ടയിലും ചട്ടിയിലും എല്ലാം ഈ ശാപത്തിൻ്റെ ഫലം കാണും എന്നൊക്കെ ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ നാം ചോദിക്കുകയാണ്, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഹി വാസ് ബ്ലെയിംലെസ് ആൻഡ് അപ്രൈറ്റ്. ജോബ് കുറ്റമറ്റവനും നീതിമാനുമായിരുന്നു. അവൻ ദൈവത്തെ ഭയന്നു, തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ചു. ഇത് പഴയ നിയമത്തിലെ വിസ്ഡം ലിറ്ററേച്ചറിലെ ഒരു മാക്സിം ആയിരുന്നു, ഷൻ ഈവിൾ ആൻഡ് ഡു ഗുഡ്. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക, നന്മ ചെയ്യുക. ഈ ഒരു മാക്സിം അല്ലെങ്കിൽ ഈ മോട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ജോബ് വാസ് എ പെർഫെക്റ്റ് പേഴ്സൺ. ഹി വാസ് ബ്ലെയിംലെസ്, അപ്രൈറ്റ്. അവൻ കുറ്റമറ്റവനും നീതിമാനുമായിരുന്നു. അവൻ ദൈവത്തെ ഭയന്നു, തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ചു. എങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അവന് വലിയ ഒരു സഹനം കൊടുത്തത്? അവൻ്റെ കൂട്ടുകാർ എലിഫാസ്, ബിൽദാദ്, സോഫാർ എന്നിവർ അവനെ ആശ്വസിപ്പിക്കാൻ എന്നുള്ള രൂപത്തിൽ വരികയും യഥാർത്ഥത്തിൽ അവനെ ആശ്വസിപ്പിക്കുകയല്ല, മുറിവിൽ ഉപ്പൊഴിക്കുന്നത് പോലെയുള്ള പ്രയോജനമാണ്
ഈ കൂട്ടുകാർ അടുത്ത് വന്നപ്പോൾ അവന് ലഭിച്ചത്. അവർ 3 പേരും കൂടി അവനെ കുറ്റപ്പെടുത്തി. ദൈവം ഒരിക്കലും ഒരാളെ അകാരണമായി ശിക്ഷിക്കാറില്ല. നീ ഒരു പാപിയാണ്, നീ ദൈവത്തിൻ്റെ മുമ്പിൽ പാവമേറ്റ് പറയുക, മനസ്തപിക്കുക, തിരിച്ചു വരിക, എങ്കിൽ നിനക്ക് സഹനത്തിൽ നിന്ന് മോചനം കിട്ടും. ജോബ് ഒരിക്കലും അത് സമ്മതിച്ചില്ല. കാരണം അവനറിയാമായിരുന്നു അവൻ ദൈവത്തെ ഭയപ്പെട്ടു, തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ചു എന്നുള്ള കാര്യം. ഇവിടെ യേശു എന്താണ് മറുപടി പറഞ്ഞത് ശിഷ്യന്മാരുടെ ചോദ്യത്തിന്? ആരുടെ കുറ്റം മൂലമാണ് ഈ സഹനം? മറുപടി, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചതിൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വാക്യം 5. യേശു എങ്ങനെയാണ് പുതിയ നിയമത്തിൽ ഈ പഴയ നിയമ വിശ്വാസം തിരുത്തുന്നത് എന്നാണ് നാം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഈ പ്രത്യേകമായ രോഗം അല്ലെങ്കിൽ സഹനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നിൽക്കുമ്പോൾ യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പായി യേശു മനഃപൂർവ്വം ലാസർ മരിച്ചു എന്ന് കേട്ടിട്ടും പോകാതെ 2 ദിവസം കൂടി പേറിയ, അതായത് ജോർദാൻ്റെ മറുകരയിൽ തങ്ങി അതിനുശേഷമാണ് 4-ാം ദിവസം, എൻ്റെ മരണത്തിൻ്റെ 4-ാം ദിവസമാണ് യേശു ബഥാനിയയിലെത്തുന്നത്. യേശു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞില്ല ലാസർ മരിച്ചെന്ന്. ലാസർ രോഗമാണ് എന്ന് മാത്രമേ അറിയുണ്ടായിരുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. യോഹന്നാൻ 11:4. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കുവാനും വേണ്ടിയിട്ടാണ്. നമുക്കത് ഇന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. നമുക്കൊരു അപകടം വരുന്നു, ഒരു രോഗം വരുന്നു, ക്യാൻസർ വരുന്നു, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. ആ കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്നാൽ യേശു എങ്ങനെയാണ് ഈ ഹാൻഡിക്യാപ്പിലൂടെ ഈ വികലാംഗനെ തൻ്റെ ശിഷ്യനാക്കി മാറ്റിയെടുത്തത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ എങ്ങനെയാണ് അത് ദൈവമഹത്വത്തിന് ഉപകരിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കും. യേശു നടത്തിയ ഹീലിംഗ്, തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി കണ്ണിൽ പൂശി ശിലാകുളത്തിൽ പോയി കഴുകുക എന്ന് പറയും. ഇന്നത്തെ നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ മെഡിക്കൽ നോളജ് വെച്ചുകൊണ്ട് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അത് കണ്ണിൽ പൂശുക എന്ന് പറഞ്ഞാൽ. എന്നാൽ അന്നത്തെ കാലത്ത് ഒരു വിശ്വാസമായിരുന്നു മനുഷ്യൻ്റെ സലൈവയ്ക്ക് കണ്ണ് രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ കഴിവുണ്ട് എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മളത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചിൻ്റെ കണ്ണിൽ കരട് പോകുമ്പോൾ അമ്മ എന്താണ് ചെയ്യുക? അമ്മ കൺപോള തുറന്നു പിടിച്ചുകൊണ്ട് അതിലേക്ക് ശക്തിയായിട്ട് ഊതുന്നു. ആ ഊതുന്ന കൂട്ടത്തിൽ അമ്മയുടെ സലൈവയുടെ പാർട്ടിക്കിൾസ് കൊച്ചിൻ്റെ കണ്ണിൽ ചെല്ലുന്നു. അവിടെ കണ്ണിൽ വെള്ളം വരുന്നു. ആ വെള്ളത്തോടെ പൊടി മാറുന്നു. ഇതൊക്കെ നമ്മൾ അനുദിനം നമ്മുടെ വീടുകളിൽ കാണുന്ന സംഗതിയാണ്. എന്നാൽ അതെന്തുമാത്രം ഹൈജീനിക്കാണ്, മെഡിക്കലാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അത് പറയാൻ സാധിക്കുകയില്ല. നമുക്ക് അവസാനമായിട്ട് ചിന്തിക്കേണ്ടത്, ഈ പിറവിക്കുരുടൻ അവന് ആയുസ്സിൽ ലോകത്തിൻ്റെ വെളിച്ചം കണ്ടിട്ടുള്ള വ്യക്തിയായിരുന്നില്ല. അവൻ്റെ മാതാപിതാക്കന്മാരുടെയോ സഹോദരങ്ങളുടെയോ മുഖം കണ്ടിരുന്നില്ല. എന്താണ് ഒരു റോസപ്പൂ എന്നവന് സങ്കല്പിക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന്
കർത്താവ് സൗഖ്യം കൊടുത്തത് വഴിയായി പ്രോഗ്രസീവായിട്ടൊരു റെവലേഷൻ, ഒരു വെളിപാട് അവന് ലഭിക്കുകയാണ്. ഈ മനുഷ്യൻ കാഴ്ച കിട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ പരീശന്മാർ അവന് ചുറ്റും കൂടി. ആരാണ് കാഴ്ച തന്നത്, എന്താണ് ചെയ്തത്, അവൻ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ അന്ധനെ കൊണ്ട് കർത്താവിനെ എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആരാണ് നിനക്ക് സൗഖ്യം തന്നത്? അവൻ പറയുന്നു, യേശു എന്ന പേരുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് സൗഖ്യം തന്നത്. അവനെവിടെ? അവന് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ എവിടെ പോയി? പക്ഷേ ആരോ അവനോട് പറഞ്ഞു, യേശു എന്ന പേരുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റേജ്. 2, അവനുമായി തർക്കമായി. ഇവനൊരു പാപിയാണ്. കാരണം ശാബത്ത് ലംഘിക്കുന്നവരെല്ലാം പാപികളാണ്. ശാബത്തിലാണ് ഈ സൗഖ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പാപിയായ ഒരുത്തന് ഒരിക്കലും ഇതുപോലുള്ള ഒരു അത്ഭുത പ്രവർത്തനം നടത്താൻ പറ്റില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരൻ ശഠിച്ചു. അവൻ പറഞ്ഞു, അല്ല, അവനൊരു പ്രവാചകനാണ്. രണ്ടാമത്തെ, യേശു എന്ന പേരുള്ള മനുഷ്യൻ. രണ്ടാമത് അവൻ പറയുന്നു, ഒരു പ്രവാചകനാണ്. പ്രീശന്മാർ വീണ്ടും പറഞ്ഞു, അവൻ പാപിയാണ്. പാപത്തിൽ ജീവിക്കുന്നവന് ഒരിക്കലും ദൈവം അവൻ്റെ കൂടെ പ്രവർത്തിക്കുകയില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ദൈവത്തിൽ നിന്നുള്ളവനല്ലാതെ ഒരു പിറവിക്കുരുടന് ആരെങ്കിലും കാഴ്ച കൊടുത്ത ഒരു സംഭവം ഇതുവരെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. പ്രീശന്മാരെന്ത് ചെയ്തു? അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി, അവരുടെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം യേശു ചുറ്റിക്കറങ്ങിയ ശേഷം അവനെ വീണ്ടും ദേവാലയ അങ്കണത്തിൽ കണ്ടുമുട്ടി. എന്നിട്ട് അവനോടൊരു ചോദ്യം, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം മിശിഹ അല്ലെങ്കിൽ രക്ഷകൻ എന്നുള്ളതിൻ്റെ ഒരു പര്യായമായി. അതിനാൽ യേശു അവനോട് ചോദിക്കുന്നു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അതായത് ഞാൻ വരാനിരിക്കുന്ന മിശിഹായാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അവൻ എന്താണ് ചെയ്തത്? കർത്താവിനെ പ്രണമിച്ചു. എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി കുമ്പിട്ട് അവൻ്റെ തല താഴെ അല്ലെങ്കിൽ തറയിൽ തൊടുന്നതിനാണ് പ്രണമിക്കുക എന്ന് പറയുന്നത്. അവൻ സാഷ്ടാംഗ പ്രണാമം നടത്തി എന്ന് പറയുമ്പോൾ യേശുവിനെ ദൈവമായി അവൻ ആരാധിച്ചു. അപ്പോൾ ഈ അന്ധൻ്റെ തിരിച്ചറിവ് അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് എന്തുമാത്രം അറിവുകൾ നമുക്ക് ശേഖരിക്കാം, അത് അറിവാണ്. തിരിച്ചറിവ് എന്ന് പറയുന്നത് ഉൾക്കാഴ്ചയാണ്, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതിനാൽ യേശു എന്ന പേരുള്ള മനുഷ്യൻ, രണ്ടാമതവൻ പറഞ്ഞു അവനൊരു പ്രവാചകനാണ്. മൂന്നാമതവൻ പറഞ്ഞു അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. നാലാമത് അവൻ പറഞ്ഞു, നീ വരാനിരിക്കുന്ന മിശിഹായാണ് രക്ഷകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനം സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കർത്താവിനെ ആരാധിച്ചു. അതോടെ അവൻ്റെ വിശ്വാസം പൂർത്തിയായി. ഇത് നാം മനസ്സിലാക്കുമ്പോഴാണ് ഇവൻ പിറവിക്കുരുടനായി ജനിച്ചത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ള ആണ് എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക. അതിനുശേഷം യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുന്നു, കാഴ്ചയുള്ളവർ അന്ധരായിത്തീരും. അപ്പോൾ ഈ കണ്ണ് രണ്ടും തുറന്നിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഉൾക്കാഴ്ച വേണമെന്നില്ല. കാഴ്ചയില്ലാത്തവർ കാണുന്നു, കാഴ്ചയുള്ളവർ അന്ധരായിട്ട് തീരും. കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, അനേക ഉദ്ദേശങ്ങളുണ്ട്, എങ്കിലും യെശയ്യാ 42:7 നാം ഇങ്ങനെ വായിക്കുന്നു, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും
തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ഏറ്റവും വലിയ പ്രമാണരേഖ, സഭയെക്കുറിച്ചുള്ള പ്രമാണരേഖ ഈ വാക്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ലൂമൻ ജെൻസിയം, ലൈറ്റ് ഓഫ് ദ നേഷൻസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശയ്യ 42:7. യേശുവിൻ്റെ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനുഷ്യരുടെ കണ്ണു തുറക്കുക എന്നുള്ളത്. അത് ഈ ഫിസിക്കൽ ബ്ലൈൻഡ്നെസ് എന്നതിനേക്കാൾ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് മാറ്റുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നാപക യോഹന്നാൻ തന്നെ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ടായി. വാസ്തവത്തിൽ ഈ നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന മരപ്പണിക്കാരൻ ആണോ ദൈവം അയച്ച രക്ഷകൻ? ശിഷ്യന്മാരെ അയച്ചു, നീ തന്നെയാണോ അതോ ഇനിയും വേറൊരാൾ വരാനുണ്ടോ? അപ്പോൾ യേശു എന്താണ് മറുപടി പറഞ്ഞത്? ഗോ ആൻഡ് റിപ്പോർട്ട് ടു ജോൺ. ഗോ ആൻഡ് റിപ്പോർട്ട്. എന്താണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് നിങ്ങൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോ ആൻഡ് റിപ്പോർട്ട്. എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവൻ, എന്നിൽ ഉതപ്പില്ലാത്തവൻ ഭാഗ്യവൻ. അതിനാൽ യേശു താൻ മിശിഹായാണെന്ന് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞത് കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാകുന്നു എന്നൊക്കെയുള്ള അത് തെളിവായിട്ടാണ് യേശു കൊടുത്തത്. നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക, എൻ്റെ കാഴ്ച ശരിയാണോ? ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ ഇൻസൈറ്റിൻ്റെ കാര്യമാണ്. നമുക്കറിയാം, സെൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ് ചെറുപ്പത്തിൽ ഒരു അധാർമികനായി ജീവിച്ച മനുഷ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ കൺഫെഷൻസ്, അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അവനതൊന്നും മറച്ചു വെച്ചില്ല. ഞാൻ ഒരു കഠിന പാപിയായിരുന്നു, അധാർമികമായിട്ടുള്ള ബന്ധത്തിലേർപ്പെട്ടു, ഒരു കല്യാണം കഴിക്കാത്ത സ്ത്രീയിൽ നിന്നൊരു കൊച്ചുണ്ടായി, കൊച്ചു പിന്നീട് മരിച്ചു. അങ്ങനെയൊക്കെയുള്ള ചരിത്രമെല്ലാം ഉള്ള അഗസ്തീനോസ് പറഞ്ഞു, ജഡീക പാപങ്ങൾ ആത്മീയമായ അന്ധത സൃഷ്ടിക്കുന്നു. കാരണം നമ്മൾ ജഡീകമായ പാപങ്ങൾ കടിമയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആത്മീയമായ നമ്മുടെ ദർശനമെല്ലാം മങ്ങിപ്പോകും. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 ദിവസം മുമ്പ് പത്രത്തിൽ നമ്മൾ വായിച്ചു, ഒരു യുവതി, അവളുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ യുവതിയുടെയും യുവതിയുടെ കൊച്ചിൻ്റെയും, അവർ രണ്ടുപേരും കൂടി മലബാർ എക്സ്പ്രസിൻ്റെ മുമ്പിൽ എടുത്തു ചാടി 2 പേരും ദാരുണമായി കൊല്ലപ്പെട്ടു. പിന്നീട് അതിൻ്റെ ചരിത്രം അന്വേഷിച്ചപ്പോൾ ഭർത്താവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊലയ്ക്ക് ഒരാൾക്ക് വേണമെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാം, പക്ഷെ ഒരു കൊച്ചിനെ കൂടി കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒത്തിരി കടന്ന നടപടിയാണ്. അപ്പോൾ വേറൊരാളോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി നമുക്ക് അന്ധതയുണ്ടാകും. 1 മിനിറ്റ് കൊണ്ട് ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ബാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ മറന്നുപോയി. അസൂയ കൊണ്ട് വി ക്യാൻ ബിക്കം ബ്ലൈൻഡ്. ഡിപ്രഷൻ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഞാൻ ജർമ്മനിയിൽ ഒരു പള്ളി വികാരിയായിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഐ വോണ്ട് ടു ടോക്ക് ടു യു. അപ്പോൾ അവിടെ പ്രശ്നം എന്തായിരുന്നു, അവൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിൻ്റെ എതിരായിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ ബോധത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്, ഡെത്ത് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ്. മരണമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സംഭവം.
അത് മരണമേറ്റ മനോഹരമാണെങ്കിൽ വൈ കാൻഡ് ഐ ഹാവ് ഇറ്റ് എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ ആ പെൺകുട്ടി വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തുകയും അതിൽ മരിച്ചു പോവുകയും ചെയ്തു. ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ചിന്ത അങ്ങ് മാറുകയാണ്. നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്, ദൈവം നമ്മുടെ കണ്ണ് തുറക്കണം. വിശുദ്ധ പൗലോസ് ഡമാസ്കസിലേക്ക് പോകുന്ന വഴിക്ക് ക്രിസ്ത്യാനികളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി വലിയ മതവൈരാഗ്യത്തിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ ഒരു ഇടിമിന്നൽ വന്നിട്ട് അവനെ ഇടിച്ച് താഴെയിട്ടു. പിന്നീട് പറയുന്നു അവന് 3 ദിവസത്തേക്ക് അന്ധനായി. അതിനുശേഷം അവനെ ആരോ കൂട്ടി ഹനനിയ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഹനനിയ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒരു സംഗതി പൊഴിഞ്ഞു വീണു. അതിനുശേഷം അവന് കാഴ്ച ലഭിച്ചു. അപ്പോൾ അവന് ഫിസിക്കലായിട്ടുള്ള ഒരു വ്യത്യാസമല്ല ഉണ്ടായത്, അവൻ്റെ ആത്മീയമായ കാഴ്ചപ്പാടിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ. അതിനുശേഷം കർത്താവായ യേശുവിനെ കണ്ട ശേഷം പൗലോസിൽ വന്ന മാറ്റം എത്ര ഭയങ്കരമായിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിന്നും പിന്നീട് AD 67 അല്ലെ 68 റോമിൽ വെച്ച് കഴുത്ത് അറക്കപ്പെട്ട് കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് പൗലോസ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം അത് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ നോമ്പിലെ പ്രാർത്ഥനയിൽ, പ്രഭാത പ്രാർത്ഥനയിൽ പ്രാരംഭ പ്രാർത്ഥന, കർത്താവേ നിൻ്റെ അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രഭയാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. അബദ്ധത്തിൻ്റെയും പാപത്തിൻ്റെയും അന്ധകാരത്തെ ഞങ്ങൾ നകറ്റണമേ. അജ്ഞതയാകുന്ന തമസ്സിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിദൂരത്തിൽ തള്ളിക്കളയണമേ. ദുഷ്ടാത്മാക്കളുടെ ഗണികളെയും നാശത്തിലേക്ക് ഞങ്ങളെ വീശിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ എതിർപ്പുകളെയും തകർക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിരന്തരം നിന്നെ ഞങ്ങൾ പൂർണ്ണമായി ഏറ്റുപറയുവാൻ തക്കവണ്ണം നിൻ്റെ കൃപയുടെ കതിരുകൾ ഞങ്ങളിൽ പ്രശോഭിപ്പിക്കണമേ. ആമീൻ. ഇത് മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. അതായത് ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൾ നമ്മളെ സ്പർശിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു പുകമറയുണ്ട്. കണ്ണാടിയിലെന്ന പോലെ നാം ഇപ്പോൾ കാണുന്നു. പണ്ടത്തെ കണ്ണാടി പാറ ഉരച്ച കണ്ണാടിയാണ്. ഈ ഗ്രാനൈറ്റ് പോളിഷ് ചെയ്തിട്ട് നോക്കുക, നിങ്ങളുടെ മുഖത്തിൻ്റെ ഏതാണ്ട് ഒരു രൂപം കാണാം. പക്ഷേ ഒരു മിറർ കണ്ണാടിയിൽ നോക്കുന്ന പോലെ ഒന്നും നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റില്ല. അന്നത്തെ കണ്ണാടി കല്ലുമിനുക്കിയ കണ്ണാടിയായിരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു, കണ്ണാടിയിൽ എന്ന പോലെ നാം ഇന്ന് കാണുന്നു, അന്ന് നമ്മൾ മുഖാഭിമുഖം കാണും. കർത്താവായിരിക്കുന്നത് പോലെ നമ്മൾ കാണും. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അതാണ്. ഒരു ദിവസം നമ്മൾ കർത്താവിനെ മുഖാഭിമുഖം കാണും എന്നുള്ളതാണ്. അതിനാൽ അന്ന് വരെ നമ്മൾ ഒരു പുകമറയിലാണ്. എങ്കിലും നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ കർത്താവിൽ നിന്നുള്ള പ്രകാശം. അതിനാൽ യേശു പിറവിക്കുരുടനെ സൗഖ്യമാക്കിയ ഈ ഞായറാഴ്ച ദിവസം നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന, നമ്മുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ആത്മീയ തമസിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കണമെന്നും, ജീവിതം എന്തായിരിക്കുന്നു, ലോകം എന്തായിരിക്കുന്നു, കർത്താവ് എന്താണ്, സഭ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.